അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാമിക നാഗരികതയെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ഇപ്പോഴും അത് തന്നെയാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ വരുന്നത് സ്പെയിനിലെ കൊർഡോവയെ കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് മൊറോക്കയിലെയും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇസ്ലാമിക നാഗരികത പോലെ മറ്റൊരു നാഗരികത ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്നൊരുപാട് സവിസ്തര നമ്മളിങ്ങനെ വിശദീകരിച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പറയാം. ഒക്കാനത്ത് കുർത്തുബ കൊർദോവയായിരുന്നു. മദീനത്തും ഫസ്സത്തും ഫി ഔറബ യൂറോപ്പിലെ ഏക മദീനയായിരുന്നു. ഫസ്സത്ത് എന്ന് പറഞ്ഞാൽ ലാ മസീലല ലാ നളീറല, അതുല്യമായ തുല്യതയില്ലാത്ത അതുപോലത്തൊന്നും മറ്റൊന്നില്ല, അങ്ങനെയുള്ള ഒരു മദീനയായിരുന്നു കൊർഡോവ, കുർത്തുബ മദീന. ലാ യുദായിനുഹ മുദാൻ, കീഴടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇതിനെ കീഴടക്കാൻ പറ്റിയിട്ടില്ല. സൗരഭ്യത്തിൽ മോടിയിൽ അതിന്റെ ഭംഗിയിൽ മറ്റൊന്നിനെ അതിനോട് കടപിടിക്കുന്നതൊന്നില്ല. അങ്ങനെയുള്ളൊരു മദീനയാണ് കൊർഡോവ മദീന. ഒക്കാനാദത് സുക്കാനിഹ, ആ സമയത്ത് ആ കൊർഡോവ പട്ടണത്തിലെ അന്തേവാസികളുടെ താമസക്കാരുടെ ജനങ്ങളുടെ ഗണന മില്യൂൺ നിസ്ഫ് മില്യൂൺ, ഏകദേശം 1.5 ദശലക്ഷം ആൾക്കാരായിരുന്നു. നസമത്ത് മാന ഇൻസാൻ, ഏകദേശം 1.5 ദശലക്ഷം 15 ലക്ഷം ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. ഒക്കാനഫി അനഹു സബമേത്ത് ജാമിയ, ഏകദേശം 700ഓളം ജുമാ വലിയ വലിയ പള്ളികൾ ഉണ്ടായിരുന്നു. അതൽ മസ്ജിദുൽ ആലം ഗ്രാൻഡ് മോസ്ക്, മസ്ജിദുൽ ആലം ഗ്രാൻഡ് മോസ്ക്, കൊർഡോയിലെ ഗ്രാൻഡ് മോസ്ക് കൂടാതെ തന്നെ വേറെയും 700ഓളം പള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലദീ ലമ്മ സുർതു ഫി ഹദ സ്വൈഫ്, ഈ ഒരു ഉഷ്ണകാലത്ത് ഞാൻ ആ മസ്ജിദുൽ ആലം സന്ദർശിച്ചപ്പോൾ ഖാലലിൽ മുഹദ്ദിസ് അല്ലദീ കാന മഅ മിൻ ഖബൽ അൽ ഹുകൂമത്തുൽ ഇസ്ബാനിയ്യ, സ്പെയിൻ ഗവൺമെന്റ് വരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുഹദ്ദിസ് എന്നോട് പറഞ്ഞു, ഒരു മുഹദ്ദിസ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, ഇന്ന യത്തസിബി മസാഹത്തി 50 അൽഫ മുസല്ലിൻ, ഏകദേശം ഇതിൻ്റെ കണക്ക് നോക്കുകയാണ് എങ്കിൽ അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ അതിൻ്റെ അളവ് 50,000-ഓളം നിസ്കരിക്കുന്ന ആൾക്കാർക്ക് പറ്റും. ഫിദ്ദാഖിൽ, ഉള്ളിൽ 50,000-ഓളം ദൂരം. മിസാഹത്ത് ചുറ്റളവ്, മിസാഹത്ത് നമ്മൾ പഠിച്ചാണല്ലോ ചുറ്റളവ്. ഏകദേശം 50,000-ഓളം ആൾക്കാർക്ക് ഉള്ളിൽ നിന്ന് നിസ്കരിക്കാം. 30 അൽഫ് മുസല്ലിൻ ഫി സ്വഹൻ, നടുമുറ്റത്ത് ഏകദേശം 30,000-ഓളം ആൾക്കാർക്ക് നിസ്കരിക്കാം. നടുമുറ്റത്ത് ഏകദേശം 30,000-ഓളം ആൾക്കാർക്ക് നിസ്കരിക്കാം. മിസാഹത്ത് വിസ്തീർണം. ഫജ്മുലത്ത് മയ്യസോം ഹദൽ മസ്ജിദുൽ അജീബ്, ഈ അത്ഭുതകരമായി പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്നവരുടെ എണ്ണം 80 അൽഫ മിനൽ മുസല്ലീൻ, ഏകദേശം 80,000-ഓളം. ഉള്ളിയിൽ 50,000, നടുമുറ്റത്ത് 30,000 കൂട്ടിട്ട് 80,000-ഓളം ആൾക്കാർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാം എന്നർത്ഥം. ഏതായാലും അത്രമാത്രം വിശാലമായ ഒരു പള്ളി എവിടെയുണ്ട്? മസ്ജിദുൽ ആലം ഗ്രാൻഡ് മോസ്ക് ആയിട്ട് ആ കൊർഡോവ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ആ പള്ളിക്ക് പുറമെ വേറെ 700ഓളം പള്ളികൾ കൊർഡോവ സ്ഥലത്തുണ്ട്. സഹ്റ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ കാണാൻ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ അയിന ആഥാർ മദീന, അവിടെ കണ്ട ശേഷിപ്പുകൾ കേവലം സഹ്റ കൊട്ടാരത്തിന്റെ മാത്രമല്ല, ലാ ആഥാർ ഖസ്റും വാഹിദിൻ, ഒരൊറ്റ കൊട്ടാരത്തിന്റെ മാത്രമല്ല, നേരെ മറിച്ച് ഒരു പട്ടണത്തിന്റെ, ഒരു നാഗരികതയുടെ, ഒരു നഗരത്തിന്റെ ശേഷിപ്പുകളൊക്കെ അതിൽ കാണാനുണ്ട്. കേവലം ഒരു കൊട്ടാരത്തിന്റെ ശേഷിപ്പുകൾ മാത്രമായിട്ട് നമ്മൾ അതിനെ ഒതുക്കരുത്. ഒരു നാഗരികതയുടെ ശേഷിപ്പുകളായിട്ടാണ് നമ്മൾ കരുതാൻ. ഞങ്ങൾ മനസ്സിലാക്കി ഏകദേശം ഈ ഒരു കൊട്ടാരത്തിന്റെ നീളം ദൂരം ഏകദേശം 900 മീറ്റർ നീളം അതിനുണ്ട്. 900 മീറ്ററോളം, ഏകദേശം 1 കിലോമീറ്ററോളം നീളം മാത്രം ആ കൊട്ടാരത്തിനുണ്ട്. വീതിയാണെങ്കിൽ ഏകദേശം 800 മീറ്ററോളം, ഏകദേശം വീതി നീളം 1 കിലോമീറ്ററോട് അടുത്ത 800-900 ഒക്കെ മീറ്റർ അവിടെയുണ്ട്. സ്പെയിൻകാർ പറയുന്നത് മദീനത്ത് സഹ്റ എന്നാണ്, അല്ലാതെ ഖസ്ർ സഹ്റ എന്നല്ല അതിനെ പറയുന്നത്. മദീനത്ത് സഹ്റ പട്ടണം എന്നാണ് അതിനെ പറയാറുള്ളത്. സഹ്റ പട്ടണം എന്നാണ് പറയാറുള്ളത്. എന്നോട് എഞ്ചിനീയർമാർ പറഞ്ഞ അൽ മുവക്കിലൂന ബിൽ ഹഫർ, ഈ നമ്മളിപ്പോ ഈ പുരാവസ്തുക്കളെ കുഴിച്ചെടുക്കൂലേ, അല്ല ആസാരിഹ, പുരാവസ്തുക്കളൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന
എഞ്ചിനീയർമാർ എന്നോട് പറഞ്ഞാൽ മുവക്കലൂൻ ഏൽപ്പിക്കപ്പെട്ട എഞ്ചിനീയർമാർ ബിൽ ഹഫിരി അൽ ആസാരിഹ ഈ ഖസ്ർ സഹ്റ അല്ലെങ്കിൽ മദീനത്ത് സഹ്റ കുഴിച്ചു നോക്കിയിട്ട് പുരാവസ്തു ശേഷിപ്പുകൾ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട എഞ്ചിനീയർമാർ എന്നോട് പറഞ്ഞത് അൽ മുവക്കലൂന ബിൽ ഹഫറ കുഴിച്ചെടുക്കുക അൽ ആസാരിയ ശേഷിപ്പുകൾ അവരെന്നോട് പറഞ്ഞത് ഇന്നഹും യർജൂൻ ഇത്യാൻ അല കശ്ഫിഹ കുല്ലിഹ മിനൽ ആനില ഖംസി സന. ഇന്നഹും യർജൂൻ ഈ എഞ്ചിനീയർമാർ എന്നോട് പറഞ്ഞത് ഇന്നഹും യർജൂൻ അവർ പ്രതീക്ഷിക്കുന്ന അൽ ഇത്യാൻ അല കശ്ഫിഹ ഇതിന് കുല്ലിഹ ഇത് മുഴുവനും വളരെ വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സമയം മിനൽ ആൻ ഇന്ന് മുതലില്ല ഹംസീന സന 50 വർഷത്തോളം മിനിമം വേണ്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 50 വർഷത്തോളം അത്രമാത്രം പഠിച്ചെടുക്കാനുള്ള നാഗരിക സ്വഭാവം അവിടെ ഉണ്ടായിരുന്നെന്നർത്ഥം. ഇന്നർജുൻ ലിത്യാൻ അല കശ്ഫിഹ കുല്ലിഹ അതിനെക്കുറിച്ച് കശ്ഫ് എന്ന് പറഞ്ഞാൽ അറിയുക എന്നറിയാം, ഇക്തിഷാഫ് കണ്ടെത്തുക. ഇതിനെക്കുറിച്ച് കണ്ടെത്താനുള്ള അവരുടെ സമയം ഹംസീന സന 50 വർഷം മിനിമം വേണ്ടി വരുമെന്നർത്ഥം. അത്രമാത്രം പഠിക്കാൻ അവിടെയുണ്ട്. ഇന്നഹും യർജുൻ അവർ പ്രതീക്ഷിക്കുന്നത് അൽ ഇത്യാൻ അല കശ്ഫിഹ കുല്ലിഹ അതിനെ മുഴുവനും പഠിക്കാനുള്ള സമയമായിട്ട് അവർ മനസ്സിലാക്കുന്നത് മിനൽ ആൻ ഇന്ന് മുതൽ ഹംസീന സന 50 വർഷത്തോളമാണ്. ഹസ്ബുക്ക് അന്ന ഗർനാദ ഗ്രാനഡ സ്പെയിനിലെ മറ്റൊരു നഗരമാണ് ഗ്രാനഡ. ഹസ്ബുക്ക് നിനക്ക് മതി അന്ന ഗർനാദ ഗ്രാനഡ അല്ലത്തി കാനത്ത് ഹാദിറത്തൻ മംലക്കത്തൻ സഗീറത്ത് ഫി ആഖിരി അംറിൽ മുസ്ലിമീന ബിൽ ഉൻദുലിസ് മുസ്ലിം ഭരണത്തിന് അവസാന കാലഘട്ടത്തിൽ സ്പെയിനിൽ മുസ്ലിം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചെറിയൊരു നാട്ടുരാജ്യമായിരുന്ന ഈ ഒരു സ്ഥലമായിരുന്നു ഗ്രാനഡ എന്നുള്ള സ്ഥലം. ആ ഗ്രാനഡ ലമ്മക്കുൻ ഫി ഔർ ബഫിൽ അർനിൽ ഖാമിസ അശറൽ മസീഹി ബൽദത്തൻ തുലാഹിയ വലാ തുദാനിഹ. ഭയങ്കരമാണ്. അന്ന ഗർനാത്തത്ത ഗ്രാനഡ അല്ലത്തി കാനത്ത് ഹാദിറത്തൻ മംലക്കത്തൻ സഗീറത്തൻ ഫി ആഖിരി അംറിൽ മുസ്ലിമീന ബിൽ അൻദുലസ് മുസ്ലിം ഭരണത്തിന്റെ അവസാന നാളുകളിൽ ചെറിയൊരു രാജ്യമായിട്ട് വന്നിരുന്ന ആ ഗ്രാനഡ ലമ്യക്കുൻ ഫിൻ ഔറുബ യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. ഫിൻ ഖർനിൽ ഖാമിസ് അഷർ 15-ാം നൂറ്റാണ്ട് അൽ മസീഹി ക്രിസ്താബ്ദം 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. ബൽദത്തുൻ ഒരു നാട് തുലാഹിഹ ഈ ഗാനയോട് സാദൃശ്യമുള്ള ഒരു നാട് ഒല തുദാനിയ അല്ലെങ്കിൽ ഗ്രാനഡയെ കവച്ചു വെക്കുന്ന നാട് ഉണ്ടായിട്ടില്ല. മുസ്ലിംകളുടെ ഭരണകാലഘട്ടത്തിൽ കേവലം ചെറിയൊരു നാടായിട്ട് പരിഗണിച്ചൊരു നാടായിരുന്നു ഗ്രാനഡ. ആ നാടിനോട് പോലും കിടപിടിക്കുന്ന ഒരു നാട് 15-ാം നൂറ്റാണ്ടിൽ എവിടെയില്ല, യൂറോപ്പിലില്ല. അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു നാട് യൂറോപ്പിലില്ല. ചെറിയൊരു നാടിനെ പോലും അതേപോലത്തെ മറ്റൊരു നാട്, ഒരു നഗരം, ഒരു നാഗരികത ആ സമയത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. ഗ്രാനഡ എന്നുള്ളത് വളരെ ചെറുതാണ്. അതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു നാട് ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൈകൾ, സ്പെയിൻകാരുടെ കൈകളിൽ ഇത് ഗ്രാനഡ വീണപ്പോ ആ സമയത്ത് അവരുടെ കൈകളിൽ അകപ്പെട്ടപ്പോ ആ സമയത്ത് നിസ്ഫ മല്യോൺ ഏകദേശം 1.5 ലക്ഷം 5 ലക്ഷം ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. നസമത്ത് ഇൻസാൻ നമ്മൾ പറഞ്ഞല്ലോ, 5 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. വലമെക്കുൻ വക്ത ഇതിൻ മാനാഹു ഹീന ഇതിൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആസിമത്ത് മിൻ നവാസിമ ഔറുബ യൂറോപ്പിലുള്ള ഒരു തലസ്ഥാനവും ഉണ്ടായിരുന്നില്ല. തഹ്ത ഫീ നിസ്ഫ ഹാദൽ അദദ് ഈ ഒരു എണ്ണത്തിന്റെ 1.5 ദശലക്ഷത്തിന്റെ പകുതിയെങ്കിലുമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത്രമാത്രം ആൾക്കാർ താമസിച്ചിരുന്ന ഇടമായിരുന്നു ഈ ഇടം. അത്രമാത്രം തഹ്തവി ഉൾക്കൊള്ളുക. ഒലമിക്കൻ വക്ത ഇതിൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആസിമത്ത് മിൻ നവാസിമ ഔറുബ യൂറോപ്പിലെ ഒരു തലസ്ഥാനത്തും ഉണ്ടായിരുന്നില്ല. തഹ്തവി നിസ്ഫഹാദൽ അദദ് ഈ നമ്മൾ ഈ പറഞ്ഞ 1.5 ദശലക്ഷത്തിന്റെ പകുതിയെങ്കിലും എന്ന് വെച്ചാൽ 2 ലക്ഷം ആൾക്കാരെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു തലസ്ഥാനം ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. തഹ്തവി ഉൾക്കൊള്ളുക. ഹംറ എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ആ ചുവന്ന കാഴ്ച, ദൃശ്യാവിഷ്കാരം. ഹംറ കർണാദ ഗ്രാനഡയുടെ ചുവന്ന കാഴ്ച അല്ലെങ്കിൽ ഗ്രാനഡ ആ ചുമപ്പ്. ലാ തസാൽ യതീമത്തു ദഹ്റിലെല്ലോം യതീമത്തു ദഹ്ർ എന്ന് പറഞ്ഞാൽ ലാ മസീലല ഒരു ഇല്ല അല്ല, യതീമത്തു ദഹ്ർ എന്ന് പറഞ്ഞാൽ അതേപോലത്തത് എന്നാണ് അർത്ഥം. ലാ തസാൽ യതീമത്തു ദഹ്ർ അതേപോലത്തത് ഇല്ല ഇലാല്യവും ഇന്നേ വരെ ആ ഒരു ഭംഗി ലോകത്ത് എവിടെയും കിട്ടിയിട്ടില്ല. ഗ്രാനഡയുടെ ആ ഭംഗി ലാ തസാൽ യതീമത്തു ദഹ്ർ ഇലല്യവും ഇന്നേ വരെ അതേപോലത്തെ ഒരു ഭംഗി ലോകത്തെവിടേക്കും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. യതീമത്തു ദഹ്ർ എന്ന് പറഞ്ഞാൽ ലാ മസീല ലഹു എന്നർത്ഥം. യതീമത്തു ദഹ്ർ അങ്ങനെയൊന്നുമില്ല, അതുല്യമാണ്, തുല്യതയില്ലാത്തതാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നർത്ഥം. ഹാദിഹി ലംഹത്തുൻ ദാലത്തുൻ
മിൻ മആതിർ ഹലാറത്തുൽ ഇസ്ലാം ഒഗുററി അയ്യാമി ഹാദിഹി, ഈ പറഞ്ഞതൊക്കെയും. എന്നിട്ട് മുസന്നിഫ് പറയാണ്, ഈ പറഞ്ഞതൊക്കെ ലംഹത്തുൻ ദാല്ല, ലംഹത്തുൻ ചില പോയിന്റുകൾ മാത്രമാണ്, ചില ഇങ്ങനെ ചെറിയ നുബുദത്തുൻ ഖിത്തത്ത്, ചില ഇങ്ങനെ കഷ്ണങ്ങൾ മാത്രമാണ്, ചില പോയിന്റുകൾ മാത്രമാണ് എന്നർത്ഥം. ഹാദിഹി ലംഹത്തുൻ ദാല്ലത്തുൻ മിൻ മആതിർ ഹലാറത്തുൽ ഇസ്ലാം, ഇസ്ലാമിക നാഗരികതയുടെ ചില ശേഷിപ്പുകളിൽ അറിയിക്കുന്ന ചില ചെറിയ പോയിന്റുകൾ മാത്രമാണ്. ലംഹത്തുൻ ദാല്ലത്തുൻ മിൻ മആതിർ ഹലാറത്തുൽ ഇസ്ലാം, ഇസ്ലാമിക നാഗരികതയുടെ ശേഷിപ്പുകൾ അറിയിക്കുന്ന ചില പോയിന്റുകളാണ്. ഒഗറേറെ അയ്യാമിഹി, പുഷ്കലമായ ശോഭനമായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ, ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്ന ആ മനോഹരമായ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പുകളിൽ നിന്നുള്ള ചിലത് മാത്രമാണ്, ചില ഏടുകൾ മാത്രമാണ്. ആദിഹി ലംഹ, ഇത് ചില ഏടുകൾ മാത്രമാണ്. ദാല്ലത്തുൻ മിൻ മആതിർ ഹലാറത്തുൽ ഇസ്ലാം, ഇസ്ലാമിക നാഗരികതയുടെ സ്വാധീനങ്ങൾ അറിയിക്കുന്ന, ശേഷിപ്പുകൾ അറിയിക്കുന്ന ചില ഏടുകൾ മാത്രമാണ്. ഓരോ അയ്യാമി, പുഷ്കലമായ ഇസ്ലാമിക കാലഘട്ടത്തിൻ്റെയും. വയില്ല, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഫലസ്തഖ്സൈന, ഇസ്തഖ്സ എന്ന് പറഞ്ഞാൽ ചികഞ്ഞന്വേഷിക്കുക, കൂടുതൽ കൂടുതൽ നമ്മൾ അന്വേഷിക്കുകയും മനനം നടത്തുകയും ഡിസ്കഷൻ നടത്തുക, റിസർച്ച് നടത്തുക. ഇസ്തഖൈസൈന ഡിസ്കസ് നടത്തുക, റിസർച്ച് ചെയ്യുക. കൂടുതൽ കൂടുതൽ നമ്മൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഫലസ്തഖ്സൈന നമ്മൾ അന്വേഷിച്ചിരുന്നെങ്കിൽ, കുല്ലമ അസ്റൽ മുസ്ലിമൂന ഫിൽ അർദ്, ഈ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനങ്ങൾ മുഴുവനും നമ്മൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ, മിൻറായിൻ ശോഭനമായ ഉപദീന, അത്ഭുതകരമായ സ്വാധീനങ്ങൾ, മുസ്ലിംകൾ നേടിത്തന്ന അത്ഭുതകരമായ സ്വാധീനങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനനം നടത്തുകയാണെങ്കിൽ, ലം തസദാലിക്കൽ ജുലൂദുൽ കസീറ, ഈ കുമിഞ്ഞു കൂടി ഒരുപാട്, ജുലൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതില്ല, പേജുകൾ, ആ പേജുകൾ മതിയാവുകയില്ല, കുമിഞ്ഞു കൂടിയ ആ പേജുകൾ മതിയാവുകയില്ല. മുസ്ലിം ലോകം ഈ ഭൂമുഖത്ത് ചെയ്തു കൂട്ടിയ സ്വാധീനങ്ങളുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് ചികഞ്ഞന്വേഷിക്കുകയും നടത്തുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, പിന്നീട് നമ്മൾ ഈ കാണുന്ന ആ പേജുകളൊന്നും മതിയാവൂല. അത്രമാത്രം മുസ്ലിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. പേജുകൾ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നതല്ല മുസ്ലിങ്ങളുടെ സ്വാധീനം. വൽ മൗസൂഫ, ജുലൂദ് തബഖൻ ഫൗഖ തബ, അട്ടിയായിട്ട് വെച്ചിട്ടുള്ള പേജുകളും അതേപോലെ തന്നെ കിതാബുകളൊന്നും മുസ്ലിം സമൂഹത്തിന്റെ സംഭാവനകൾ എഴുതാൻ മാത്രം പര്യാപ്തമല്ല എന്നർത്ഥം. മുസ്ലിം ലോകത്തിന്റെ സംഭാവനകൾ എഴുതാൻ മാത്രം പര്യാപ്തമല്ല ആ കാര്യങ്ങളൊന്നും എന്നർത്ഥം. മുസ്ലിം ലോകത്തിന്റെ സംഭാവനകളൊന്നും എഴുതാൻ മാത്രം പര്യാപ്തമല്ല. അത് അത്രമാത്രം മുസ്ലിം ലോകത്തിന്റെ സംഭാവനകൾ ഈ ഭൂമുഖത്തേക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. വബഅദു, എന്ത് പറഞ്ഞാലും, ഫലം നാല മദനിയത്തുൻ വാഹിദ മിൻ മദനിയാത്തിൽ അർദ്, ഭൂമുഖത്തുള്ള ഒരു നാഗരികതയെക്കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. ഫലം നാല, നമുക്കറിയില്ല, മദനിയത്തുൻ വാഹിദ, ഏതെങ്കിലും നാഗരികതയെക്കുറിച്ച് നമുക്കറിയില്ല, മിൻ മദനിയാത്തിൽ അർദ്, ഭൂമുഖത്തുള്ള നാഗരികതയിൽ നിന്നുള്ള ഏതെങ്കിലും നാഗരികതയെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമുക്കില്ല. ഇല്ല വഹിയ റശ്ഹു മദനിയാത്തുൻ സാബിഖ, മുൻകഴിഞ്ഞു പോയ നാഗരികതയുടെ വിയർപ്പ് തുള്ളികളാണ് ഇപ്പോഴുള്ള നാഗരികത. ഇപ്പോൾ കെട്ടിപ്പടുത്ത മുഴുവൻ നഗരങ്ങളും പഴയകാലത്ത് കഴിച്ചുകൂടിയ നഗരങ്ങളുടെ തുള്ളികൾ, വെള്ളത്തുള്ളികൾ, വിയർപ്പ് തുള്ളികളാണ് എന്നറിയാം. എന്ന് വെച്ചാൽ പഴയകാലത്ത് പഴമക്കാർ നേടിയെടുത്ത ആ ഒരു ഡെവലപ്മെന്റ് മാത്രമേ ഇന്നുള്ളൂ, അല്ലാതെ പുതുതായിട്ടൊന്നും എവിടെയും ഇല്ല എന്നർത്ഥം. ഫലം അങ്ങനെ പുതുതായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ആസാറുൻ ആറായിൻ ഇഷ്തറക്കത് ബി സലായിൽ ബഷരിയ, സലായിൽ എന്ന് പറഞ്ഞാൽ പിരടികൾ എന്നാണ് അർത്ഥം. സലായിൽ ബഷരിയ നരവംശം, മനുഷ്യവംശം എല്ലാവരും കൂടിയിട്ട് അഭിപ്രായ സ്വരൂപിച്ചിട്ടുണ്ടായ സ്വാധീനം മാത്രമാണ് ഇന്നുള്ള നഗരങ്ങൾ. ഈ നഗരങ്ങൾ ഈ കോലത്തിലായത് ഇറാഖ്, യൂറോപ്പ്, ബഗ്ദാദ്, സൗദി അറേബ്യ, ഇതൊക്കെ ഇന്ന് കാണുന്ന ഈ പ്രൗഢോജ്വലമായ രൂപഭാവങ്ങളിലേക്ക് വേഷം നൽകപ്പെട്ടിട്ടുള്ളത് പഴയകാലത്ത് ആൾക്കാർ കൂടിയ ആ ഒരു അഭിപ്രായ സമന്വയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നർത്ഥം. വാസാറു ആറായിൻ, അഭിപ്രായങ്ങളുടെ സ്വാധീനത്താലായിരുന്നു ഇന്ന് കാണുന്ന ഈ നഗരം രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇഷ്തറക്കത്ത് ബിഹി സലായിൽ ബഷരിയ, മുൻകഴിഞ്ഞു പോയ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ. സലായിൽ ബഷരിയ എന്നർത്ഥം മനുഷ്യവംശം, സലായിൽ ബഷരിയ മനുഷ്യവംശങ്ങൾ ഒന്നിച്ചിരുന്ന് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന നഗരങ്ങളൊക്കെ ഉണ്ടായത്. കാരണം പഴയകാലത്ത് നഗരങ്ങളിൽ നിന്ന് പുതിയത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഉസൂൽ, വ്യത്യസ്തങ്ങളായ ബുദ്ധികളുടെ അല്ലെങ്കിൽ ചിന്തകളുടെ വ്യത്യസ്തങ്ങളായ ചിന്തകളുടെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയിട്ടുള്ളത്. മഹ്സൂസ് അമറാത്ത് അൽബാബ് മുതബായിനത്തുൽ അജ്നാസ് എന്ന് പറഞ്ഞാൽ ജിൻസ്, ഇനം, വൈവിധ്യങ്ങൾ.
മുത്തബായിൻ എന്ന് പറഞ്ഞാൽ മുഖ്തലിഫ് എന്നർത്ഥം. മുത്തബായിൻ മുഖ്തലിഫ്. മഹ്സു എന്ന് പറഞ്ഞാൽ മജ്മു എന്നാണ് അർത്ഥം. മഹ്സു മജ്മു. സമറാത്ത് ഫ്രൂട്ട് ഫലങ്ങൾ. അൽബാബ് ലുബ് ജംഉഹു അൽബാബ് ചിന്തകൾ. ഉഖൂൽ എന്നർത്ഥം. ഒരേ അർത്ഥം. മജ്മു എന്ന് പറഞ്ഞാൽ മഹ്സു മജ്മു കിലാഹുമ ഫി മാനൻ വാഹിദിൻ. നതായിജ് സമറാത്ത് കിലാഹുമ ഫി മാനൻ വാഹിദിൻ. ഉഖൂൽ അൽബാബ് കിലാഹുമ ഫി മാനൻ വാഹിദിൻ. മുത്തബായിനത്ത് മുഖ്തലിഫത്ത് കിലാഹുമ ഫി മാനൻ വാഹിദിൻ. അൽ അജ്നാസ് അൽ ഉസൂൽ കിലാഹുമ ഫി മാനൻ വാഹിദിൻ. എന്നുവെച്ചാൽ വ്യത്യസ്ത ചിന്തകളുടെ ഉണ്ടായി ആ ചിന്തകളെ ഒരുമിച്ച് കൂട്ടിയിട്ടാകുമ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇന്ന് കാണുന്ന നാഗരികത. വ്യത്യസ്തകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, വ്യത്യസ്ത സ്വാധീനം, അതേ ഉള്ളൂ. ഓക്കെ. മജ്മൂ നതായിജുൽ മുഖ്തലിഫത്തുൽ ഉസൂൽ, വ്യത്യസ്ത ചിന്തകളുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നഗരം ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അലാ കുല്ലി ഹാൽ, എന്ത് പറഞ്ഞാലും വാലാ കുല്ലി ഹാൽ എന്ത് പറഞ്ഞാലും ലാ യഖ്ദിറു മുകാബറ ഇകാബറ അനിൽ ഇസ്ലാം കാൻ ലഹു ദൗറുൻ അളീം ഫി ദുനിയ. വാലാ കുല്ലി ഹാൽ എന്ത് പറഞ്ഞാൽ ലാ യഖ്ദിറു കണക്കാൻ പറ്റൂല, ലാ യഖ്ദിറു മുകാബറ ഒരാളും കണക്കാക്കൂല ഇകാബിറ അനിൽ ഇസ്ലാം കാൻ ലഹു ദൗറുൻ അളീം ഫി ദുനിയ. അഹങ്കരിച്ച് പറയുന്ന ഒരാൾക്കും പറയാൻ പറ്റൂല, എന്ത് പറയാൻ പറ്റൂല, അന്നൽ ഇസ്ലാമ കാൻ ലഹു ദൗറുൻ അളീമുൻ ഫി ദുനിയ, മുസ്ലിം ലോകം ഒരുപാട് കാലം ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പട്ടണം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ആർക്കും ഉന്നയിക്കാൻ പറ്റൂല. വാല കുല്ലിഹാലിൻ എങ്ങനെ പറഞ്ഞാലും ലാ യഖ്ദിറു മുകാബിറ കാബിറ അഹങ്കരിക്കുന്ന ആൾക്കാർക്ക് അഹങ്കാരം അല്ലെങ്കിൽ മേനി നടിച്ച് പറയാൻ പറ്റൂല. അനൽ ഇസ്ലാമ കാൻ ലഹു ദൗറുൻ അളീമുൻ ഫി ദുനിയ, ഒരുപാട് ദൗറുൻ അളീം പ്രകടമായ റോൾ ഉണ്ടായിട്ടുണ്ട് ഫിദ്ദുന്യ, ഭരണത്തിൽ ഒരുപാട് കാലം ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു നഗരം കെട്ടിപ്പടുക്കാൻ പറ്റിയതെന്ന് ആർക്കും പറയാൻ പറ്റൂല. സവാവും ഫിൽ ഫുതുഹാത്തി റോഹിയായ എക്സ്പാൻഷൻ കീഴടക്കലുകളായിട്ട് ഔൽ അഖലി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കീഴടക്കലായിട്ട് ഔൽ മാദി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള റോഹിയ എന്നുള്ള സ്പിരിച്വൽ ഹൃദയം കീഴടക്കുന്ന ഔൽ അഖലി അല്ലെങ്കിൽ ചിന്ത ഔൽ മാദി അല്ലെങ്കിൽ ഭൗതികം. വൈന ഹദിൽ ഫുതുഹാത്തി ഖദ് സതലഹു ഫി ദൗറി ലാ സലാസ മിഅന സന. ഈ കീഴടക്കലുകളൊക്കെ മുസ്ലിങ്ങൾ ഭൗതികമായിട്ട് കീഴടങ്ങിയിട്ടുണ്ട്, ബുദ്ധിപരമായിട്ട് കീഴടക്കിയിട്ടുണ്ട്, ഭൗതികമായിട്ട് കീഴടക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആത്മീയമായിട്ട് കീഴടക്കിയിട്ടുണ്ട്. ആ കീഴടക്കിയത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയൊക്കെയും പറയാൻ പറ്റുന്നെങ്കിലും ഇത് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്രയൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന ഹാദിൽ ഫുതുഹാത്ത്, ഈ എക്സ്പാൻഷൻ, ഈ കീഴടക്കലുകളൊക്കെ ലഹു ഫി ദൗറിൻ ലാ യസീദു അലാ 80 സന, ഒരിക്കലും 80 വർഷത്തിനേക്കാൾ അധികം കിട്ടിയിട്ടില്ല എന്നർത്ഥം. സവാം ഫിൽ ഫുതുഹാത്തി റൂഹിയ ഔൽ അഖ്ലി ഔൽ മാദിയ, ഏത് തരം കീഴടക്കലുകളായിക്കോട്ടെ, ഭൗതികപരമായ കീഴടക്കലുകളായിക്കോട്ടെ അല്ലെങ്കിൽ ബുദ്ധിപരമായ അല്ലെങ്കിൽ ആത്മീയപരമായ കീഴടക്കൽ, ഇതിലൊക്കെയും ഖദ് ഇത്തസഖ ലഹു ഫി ദൗരിൻ, ഇസ്ലാമിക ലോകത്തിന് ഒരുമിച്ച് കൂട്ടി കിട്ടിയത് ലാ യസീദു അധികമാവൂല അലാ 80 സന, 80 വർഷത്തിനേക്കാൾ. 80 വർഷം കൊണ്ടാണ് ഇസ്ലാമിക ലോകം ഇത്തരത്തിൽ ഉണ്ടാക്കിയത്, അല്ലാതെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടല്ല. അങ്ങനെ ആർക്കും പറയാനും പറ്റൂല എന്നർത്ഥം. അല കുല്ലി ഹാൽ എങ്ങനെയായാലും ലാ യഖ്ദിറു മുകാബിറ കാബിറ, ഇങ്ങനെ പൊങ്ങച്ച് നടിക്കുന്ന ആൾക്കാർക്ക് പൊങ്ങച്ച് നടിക്കാൻ പറ്റൂല. അനൽ ഇസ്ലാമ കാൻ ലഹു ദൗറുൻ അളീമുൻ ഫി ദുനിയ, ഒരുപാട് കാലം സ്ഥിര കേന്ദ്രത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇസ്ലാമിക ലോകം ഇങ്ങനൊരു നഗരം പടുത്തുയർത്തിയത് എന്ന് ആർക്കും പറയാൻ പറ്റൂല. കാരണം സവാം ഫിൽ ഫുതുഹാത്തി റൂഹിയ, മുസ്ലിം ലോകം ഈ റൂഹിയായ ഫുതുഹാത്ത് കീഴടക്കലുകൾ നടത്തിയത് ഒരുപാട് കാലം ഉണ്ടായത് കൊണ്ടാണ് എന്നായിരിക്കും പറയാൻ പറ്റൂല. അവൽ അഖ്ലി അല്ലെങ്കിൽ അഖ്ലിയായ കീഴടക്കലുകൾ, അവൽ മാദി അല്ലെങ്കിൽ ഭൗതികമായ കീഴടക്കലുകൾ എന്ന് പറയാൻ പറ്റൂല. വഇന്ന ഹാദിൽ ഫുതുഹാത്ത്, ഈ ഒരു കീഴടക്കലുകളൊക്കെയും ഖദ് ഇത്തസഖ ലഹു ഫി ദൗറിൻ, മുസ്ലിം ലോകത്തിന് ഒരുമിച്ച് കൂടി വന്നു. ഇത്തസഖ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക എന്നാണ് അർത്ഥം. ഒരു കാലഘട്ടത്തിലാണ് ലാ യസൂല 80 സന, മാക്സിമം പോയാൽ 80 വർഷമേ ഉണ്ടാവും, 80-നേക്കാളും കൂടൂല. മിമ്മാ ജമഅ നാസ് അലാ അന്നഹു ലം യത്തസിൽ ഉമ്മത്തൻ ഖബ്ലഹു അസ്ല, ഈ രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സമുദായത്തിന് ഇത്ര കണ്ട് ഒരുമിച്ച് കൂട്ടാൻ പറ്റിയിട്ടില്ല ഈ ചെറിയ കാലയളവിൽ. വക്കാന നെപ്പോളിയൻ അവൽ, നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ലെങ്കിൽ നെപ്പോളിയൻ ഒന്നാമൻ ആയിരുന്നു. ലിഷിദ്ദത്തിഹി മിൻ താരിഖിൽ ഇസ്ലാം, മുസ്ലിം ചരിത്രത്തിന്റെ അമ്പരപ്പ് കണ്ടിട്ട് അദ്ദേഹം പറയുമായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ആ ചരിത്രം കണ്ടിട്ട് അമ്പരപ്പ് കണ്ടിട്ട് അദ്ദേഹം പറയുമായിരുന്നു. മുസ്ലിം ലോകം കേവലം അരനൂറ്റാണ്ട് വെച്ചിട്ടാണ് ഭൂമി മുഴുവൻ കീഴടക്കിയത്. അതിനേക്കാളും കൂടുതൽ സമയം അവരെടുത്ത് വളരെ ചെറിയ സമയത്താണ് അവർ ഇതൊക്കെയും കീഴടക്കിയിട്ട് എന്ന് നെപ്പോളിയൻ വരെ പറഞ്ഞിരുന്നു എന്നർത്ഥം.
വതഅമ്മൽ മനസ്സിലാക്കണം അയ്യുൽ ഖാരി ഓ വായനക്കാരെ ഫി അന്ന ഖായില ഹാദൽ ഖൗൽ ഈ പറഞ്ഞത് ഇന്നൽ അർബ ഫതഹുദ്ദുന്യ ഫി നിസ്ഫി ഖർനിൽ ലാ ഗൈർ ഹുവ ബർനാബത്ത് അല്ലദി ലം തകുൻ തംലു ഐനൈഹിൽ ഫുതുഹത്ത് മഹ്മാ കാനത് അളീമ. ഈ ഒരു ലോകം ഇങ്ങനെ അറബികളെ കുറിച്ച് ഈ ഒരു വാക്ക് പറഞ്ഞത് അത് ബോണാപ്പാട്ടാണ്. ആരാണ് ഈ ബോണാപ്പാട്ട്? ലം തകുൻ തംലു ഐനഹു അൽ ഫുതുഹാത്ത് മഹ്മാ കാനത് അളീമ. കാണുന്ന സ്ഥലം, ഇവിടെ നിന്ന് കണ്ണ് എവിടെയാണോ കാണുന്നത് ആ കാണുന്ന സ്ഥലം മാത്രം, കണ്ണിന്റെ കാഴ്ച അപാരമാണല്ലോ, അത് മുഴുവനും കീഴടക്കിയ ബോണാപ്പാട്ടാന്ന് പറയുന്നത്. ഞാൻ കീഴടക്കുന്നതൊന്നുമല്ല, മുസ്ലിം ലോകം കീഴടക്കിയതാണ് കീഴടക്കൽ. കാരണം അവർ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ലോകം കീഴടക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബോണാപ്പാട്ട് എന്ന് പറയുന്നത് അല്ലത് എങ്ങനെയുള്ള ബോണാപ്പാടെല്ലാം തക്കും തമ്മിലോ ആയിനഹു അദ്ദേഹത്തിന്റെ കണ്ണിനെ നിറച്ചിരുന്നില്ല അൽ ഫുതുഹാത്ത് കീഴടക്കലുകൾ മതി എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. മഹ്മാക്കാന തളീമ എത്ര വലുതായാലും ഒരുപാട് കീഴടക്കിയാലും അദ്ദേഹത്തിന്റെ ഇതൊന്നും ഒന്നായിട്ട് തോന്നി. ഇതൊന്നും കീഴടക്കലല്ല, ഇനിയും കീഴടക്കാൻ ഇങ്ങനെ പൂതി ഉണ്ടായിരുന്ന അദ്ദേഹം വരെ പറഞ്ഞു ഇന്നൽ അർബ ഫതഹുദ്ദുന്യ ഫീ നിസ്ഫി ഖർനിൽ ലാ ഗൈർ ലം തകുൻ തംല ഐനഹു അദ്ദേഹത്തിന്റെ കണ്ണിനെ നിറച്ചിരുന്നില്ല അൽ ഫുതുഹാത്ത് കീഴടക്കലുകൾ മഹ്മാക്കാന തളീമ അത് എത്ര തന്നെ വലിയ കീഴടക്കലുകളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കണ്ണിനെ നിറച്ചിരുന്നില്ല. ആ ഒരു ബോണാപാട എന്ന് പറഞ്ഞത് ഇന്നൽ അറബ ഫതഹുദ്ദുന്യ ഫി നിസ്ഫി ഖർനിൽ ലാ ഗൈർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നർത്ഥം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത് കുറച്ചും കൂടി ടഫായിരിക്കും ഈ പാഠം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളും കൊണ്ട് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.